പ്രിയമുള്ളവരെ, PSC ആസ്പിറൻസുള്ള ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. 2024 പരീക്ഷ നടക്കുകയും 2025 ഓഗസ്റ്റ് 1 റാങ്ക് ലിസ്റ്റ് നിലവിൽ വരികയും ചെയ്ത വിവിധ ജില്ലകളിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയിട്ടുള്ള LDC പരീക്ഷയുടെ ഒരു അനാലിസിസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ വിശദമായിട്ട് തന്നെ പരിശോധിക്കുകയാണ്. ഓരോ ജില്ലയിലുള്ള കട്ട് ഓഫ് മാർക്സ് എത്രയാണ്, ഓരോ ജില്ലയിലും മെയിൻ ലിസ്റ്റ് കാൻഡിഡേറ്റ്സ് എത്ര പേരുണ്ട്, സപ്ലിമെന്ററി ലിസ്റ്റ് കാൻഡിഡേറ്റ്സ് എത്ര പേരുണ്ട്, ഡിഫറൻറ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സ് എത്ര പേരുണ്ട്, അതായത് ഭിന്നശേഷിക്കാരായിട്ട് കാൻഡിഡേറ്റ്സ് എത്ര പേരുണ്ട്, അതുപോലെ ടോട്ടൽ കാൻഡിഡേറ്റ്സ് ഇൻ പ്രോബബിലിറ്റി ലിസ്റ്റ് സാധ്യതാ പട്ടികയിൽ ടോട്ടൽ കാൻഡിഡേറ്റ്സ് എത്ര പേരുണ്ട് എന്നുള്ള വിവരങ്ങളാണ് നമ്മളിന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ തിരുവനന്തപുരത്ത് കട്ട് ഓഫ് മാർക്ക് 72.67 ആണ്. മെയിൻ ലിസ്റ്റ് കാൻഡിഡേറ്റ്സ് 1079, സപ്ലിമെന്ററി ലിസ്റ്റ് കാൻഡിഡേറ്റ്സ് 1136, ഡിഫറൻറ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സ് 44, ടോട്ടൽ കാൻഡിഡേറ്റ്സ് ഇൻ പ്രോബബിലിറ്റി ലിസ്റ്റ് 2259. കൊല്ലത്തെ മാർക്ക് 58.33 ആണ്. മെയിൻ ലിസ്റ്റിൽ 686 പേരും, സപ്ലിമെന്ററി ലിസ്റ്റിൽ 727 പേരും, ഡിഫറൻറ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിൽ 28 പേരും, പട്ടികയിൽ 1441 പേരുമാണുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് 58.33 ആണ്. മെയിൻ ലിസ്റ്റിൽ 552 പേരും, സപ്ലിമെന്ററി ലിസ്റ്റിൽ 571 പേരും, ഡിഫറൻറ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിന്റെ വിഭാഗത്തിൽ 24 പേരും, പ്രോബബിലിറ്റി ലിസ്റ്റിൽ 1147 പേരുമാണ് ഉള്ളത്. ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് 62.67, മെയിൻ ലിസ്റ്റിൽ 594 പേരും, സപ്ലിമെന്ററി ലിസ്റ്റിൽ 620 പേരും, ഡിഫറൻറ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സ് 24 പേരും, അതുപോലെ സാധ്യതാ പട്ടികയിൽ ടോട്ടൽ 1238 പേരുമാണ് ഉള്ളത്. കോട്ടയം ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് 64.67, മെയിൻ ലിസ്റ്റിൽ 642 പേരും, സപ്ലിമെന്ററി ലിസ്റ്റിൽ 674 പേരും, ഡിഫറൻറ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സ് 28 പേരും, സാധ്യതാ പട്ടികയിൽ 1344 പേരുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് 62.33 ആണ്. മെയിൻ ലിസ്റ്റിൽ 553 പേരും, സപ്ലിമെന്ററി ലിസ്റ്റിൽ 570 പേരും, ഡിഫറൻറ്റ്ലി ഏബിൾഡ് ലിസ്റ്റിൽ 24 പേരും, സാധ്യതാ പട്ടികയിൽ ആകെ 1147 പേരാണുള്ളത്. എറണാകുളം ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് 67.67 ആണ്. മെയിൻ ലിസ്റ്റിൽ 987 പേരും, സപ്ലിമെന്ററി ലിസ്റ്റിൽ 1037 പേരും, ഡിഫറൻറ്റ്ലി ഏബിൾഡ് വിഭാഗത്തിൽ 40 പേരും, ആകെ സാധ്യതാ പട്ടികയിൽ 2064 പേരുമാണുള്ളത്. തൃശൂർ ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് 60.33 ആണ്. മെയിൻ ലിസ്റ്റിൽ 898 പേരും, സപ്ലിമെന്ററി ലിസ്റ്റിൽ 930 പേരും, ഡിഫറൻറ്റ്ലി ഏബിൾഡ് വിഭാഗത്തിൽ 36 പേരും, ടോട്ടൽ പ്രോബബിലിറ്റി ലിസ്റ്റിലുള്ളത് 1864 പേരുമാണ്. പാലക്കാട് ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് 64 ആണ്. മെയിൻ ലിസ്റ്റിൽ 721, സപ്ലിമെന്ററി ലിസ്റ്റിൽ 779, ഡിഫറൻറ്റ്ലി ഏബിൾഡ് വിഭാഗത്തിൽ 32, ടോട്ടൽ സാധ്യതാ പട്ടികയിൽ 1532. മലപ്പുറം ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് 66 ആണ്. മെയിൻ ലിസ്റ്റിൽ 934 പേരും, സപ്ലിമെന്ററി ലിസ്റ്റിൽ 930 പേരും, ഡിഫറൻറ്റ്ലി ഏബിൾഡ് വിഭാഗത്തിൽ 36 പേരും, സാധ്യതാ പട്ടികയിൽ 1900 പേരുമാണുള്ളത്. വയനാട് ജില്ലയിലെ കട്ട് ഓഫ് മാർക്സ് 67.67 ആണ്. മെയിൻ ലിസ്റ്റിൽ 339 പേരും, സപ്ലിമെന്ററി ലിസ്റ്റിൽ 364 പേരും, ഡിഫറൻറ്റ്ലി ഏബിൾഡ് വിഭാഗത്തിൽ 17 പേരും, ടോട്ടൽ സാധ്യതാ പട്ടികയിൽ 720 പേരുമാണുള്ളത്. കണ്ണൂർ ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് 67 ആണ്. മെയിൻ ലിസ്റ്റിൽ 819 പേരും, സപ്ലിമെന്ററി ലിസ്റ്റിൽ 826 പേരും, ഡിഫറൻറ്റ്ലി ഏബിൾഡ് വിഭാഗത്തിന്റെ ലിസ്റ്റിൽ 32 പേരും, ടോട്ടൽ പ്രോബബിലിറ്റി ലിസ്റ്റിൽ സാധ്യതാ പട്ടികയിൽ 1677 പേരുമാണുള്ളത്. ഇനി കാസർഗോഡ് ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് 59.33 ആണ്. മെയിൻ ലിസ്റ്റിൽ 344 പേരും, സപ്ലിമെന്ററി ലിസ്റ്റിൽ 364 പേരും, ഡിഫറൻറ്റ്ലി ഏബിൾഡ് വിഭാഗത്തിൽ 20 പേരും, സാധ്യതാ പട്ടികയിൽ 228 പേരുമാണ് ഉള്ളത്. അപ്പം ഇതാണ് 14 ജില്ലയിലെയും മൊത്തത്തിലുള്ള അതിൻ്റെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. ഈ വിവരം പങ്കുവെച്ചതിന് ഉദ്ദേശം എന്ന് വെച്ചാൽ ഇനിയും ഇപ്പോൾ റാങ്ക് ലിസ്റ്റിലുള്ളവർക്കും വിവിധ ജില്ലകളിൽ വിവരങ്ങളൊക്കെ മനസ്സിലാക്കി സാധ്യതകൾ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഇനി അടുത്ത അടുത്ത LDC PSC പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഇതൊരു വഴികാട്ടിയായിരിക്കും. അപ്പം ഓരോ ജില്ലയിലെ കട്ട് ഓഫ് മാർക്സ് എത്രയാണ്, എത്ര പേരൊക്കെയാണ് അവിടെ മെയിൻ ലിസ്റ്റിലും സപ്ലിമെന്റ് ലിസ്റ്റിലും ഡിഫറൻറ്റ്ലി ഏബിൾഡ് വിഭാഗത്തിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നല്ല ഒരു ഏകദേശം രൂപം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്യണം, സാധ്യത എവിടെ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഉപകാരപ്രദമായ ലേറ്റസ്റ്റ് PSC അപ്ഡേറ്റ്സ് യഥാസമയം ലഭ്യമാകാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. ഓക്കെ, ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസിൽ വീണ്ടും കാണാം. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്, ജയ് ഹിന്ദ്.